ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു മുനക്കുട്ടൻ .4ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ്റെ എൻജിൻ സൗണ്ടായിട്ട് ഒരു വണ്ടി വന്നായിരുന്നു. അപ്പം അതിൻ്റെ ക്രാങ്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. ക്രാങ്കും അതിൻ്റെ ബാലൻസ് റാഡുമാണ് ഈ കാണുന്നത്. ഇത് പഴയ സാധനമാണ്, നമ്മൾ എൻജിൻ അടിച്ചു വെച്ച പഴയ സാധനമാണത്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ടാണ്. നല്ല എൻജിൻ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം അത് മാറ്റുന്ന ഫുൾ വീഡിയോ എടുത്തിട്ടില്ല, എങ്കിലും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, എൻജിൻ്റെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഇതാണ് അതിൻ്റെ പഴയ ക്രാങ്കും, ഇത് ബാലൻസ് റാഡുമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് സൈഡിലെ കവറും ക്ലച്ചൊക്കെ ഇളക്കിയിട്ടേക്കുന്ന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ മാഗ്നറ്റ് കോയിലും, ഇതാണ് മാഗ്നറ്റ് കോയിലും. പിന്നെ ഇത് എൻജിൻ കവറാണ്. ഇത് ഹെഡ് വരുന്ന ഭാഗമാണ്, ഹെഡ് വാൽവും കാര്യങ്ങളുമാണ്. ഇതാണ് വാൽവ്, ഒരെണ്ണം ഊരി വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ പിസ്റ്റൺ വരുന്ന സിലിണ്ടർ ബാരലാണിത്. ഇതിനകത്താണ് പിസ്റ്റൺ വരുന്നത്. ഇതാണ് വണ്ടിയുടെ പിസ്റ്റണ്, അതിന് റിങ്സും കാര്യങ്ങളൊക്കെയാണിത്. 2 കംപ്രസർ റിങ്ങും പിന്നെ ഒരു ഓയിൽ റിങ്ങുമാണ് വരുന്നത്. ഇത് ഹെഡിൻ്റെ മുകൾ ഭാഗവും കാര്യങ്ങളുമാണ്. ഇതിലൂടെയാണ് പിസ്റ്റൺ പ്രവർത്തിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഭാഗമാണ് ക്ലച്ച്. ഇത് ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങളാണ്. ഇതാണ് ഗിയർ ബോക്സ്. 5 ഗിയറുകളാണ് ഹിമാലയന് വരുന്നത്. പിന്നെ ഗിയർ ബോക്സിന് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഗിയർ ബോക്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതാണ് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ സെലക്ടർ. ഇതാണ് ഓരോ ഗിയർ സെലക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണിത്. നമ്മൾ ഗിയർ ഇടുമ്പോൾ ഇതുപോലെയാണ് ഓരോ ഗിയറും മാറി കൊടുക്കുന്നത്. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സെലക്ടറാണ് ഓരോ ഗിയറിനെയും തരം തിരിച്ചിടുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, ന്യൂട്രൽ, അതുപോലെ ഓരോ ഗിയർ ഇട്ട് കൊടുക്കുന്ന ഈ ഒരു സെലക്ടറാണ്. എൻജിൻ കവർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ ഗിയറും കറക്റ്റായിട്ട് ഇട്ട് നോക്കും. അത് എല്ലാ ഗിയറും കറക്റ്റായിട്ടാണോ വീഴുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നതാണിത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എൻജിൻ പൊളിക്കേണ്ടതായിട്ട് വരും, കറക്റ്റായിട്ട് ഗിയർ വീണില്ലെങ്കിൽ. അതുകൊണ്ട് മുമ്പ് നമ്മളെല്ലാം ഗിയർ ഇട്ട് നോക്കും. ഇതാണ് നമ്മുടെ എൻജിൻ്റെ ബാലൻസ് റാഡ്. ഇതാണ് പുതിയ ബാലൻസ് റാഡാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ബാലൻസ് റാഡിന് പഴയതിനെക്കാട്ടി വ്യത്യാസത്തിലാണ് ഇറക്കിയിരിക്കുന്നത്. ഒരു 4 സ്പ്രിങ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വണ്ടിയുടെ വൈബ്രേഷനും കാര്യങ്ങളും കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്, എൻജിൻ്റെ വൈബ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു സെറ്റപ്പ് ഈ ബാലൻസ് റാഡിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് എൻജിൻ്റെ ക്രാങ്ക് എന്ന് പറയുന്നത്. ഇതാണ് പുതിയ ക്രാങ്കും അതിൻ്റെ ബെയറിങ്ങും കണക്റ്റിംഗ് റാഡും എല്ലാം ഉൾപ്പെടെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് നമ്മൾ എൻജിൻ്റെ ക്രാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ക്രാങ്കിന് ടൈമിംഗ് ഒക്കെ കൊടുത്തേ പോകുന്നുണ്ട്. ആ ടൈമിംഗ് ഒക്കെ അനുസരിച്ചാണ് നമ്മൾ ക്രാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ക്രാങ്ക് എൻജിനകത്തോട്ട് കയറ്റി വെച്ചേക്കുന്ന ഒരു ഭാഗമാണ്. ഈ ഒരു ടൈമിംഗ് അനുസരിച്ചാണ് നമ്മൾ എൻജിനകത്തോട്ട് കറക്റ്റ് ക്രാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ടൈമിംഗ് ഒക്കെ സെറ്റായി പിന്നെ സ്റ്റാർട്ട് ആവാത്ത കണ്ടീഷനൊക്കെ വരും. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ എൻജിന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.